അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ ഉപാസകൻ സൂര്യനോട് പറയുന്നു, അല്ലയോ സൂര്യഭഗവൻ, അങ്ങയുടെ ശരീരം സുവർണപാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു, അതൊന്ന് മാറ്റൂ. ഈ ശരീരവും ആ മനസ്സും ഒന്ന് മാറ്റൂ. എന്തിന്? ഞാനും അങ്ങ് ഒന്നെന്ന് കാണാൻ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം. തർജ്ജിമ ഗുരുദേവന്റെ തന്നെ തർജ്ജിമയാണ് ഈശാവാസ്യോപനിഷത്തിന്. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം, തുറക്കുകത് നീ പൂഷൻ. അല്ലയോ സൂര്യഭഗവൻ, ആ മൂടുപടം മാറ്റൂ. എന്തിന്? സത്യധർമ്മനു കാണുവാൻ. ഞാൻ സത്യം കാണാൻ അങ്ങയിലേക്ക് നോക്കുന്നു. എന്താ സത്യം? ഞാനും അങ്ങ് ഒന്ന് എന്ന സത്യം. അതിന് മറച്ചിരിക്കുന്നതോ ഈ ചിത്തവും ശരീരവും. ചിത്തമാണ് പിന്നെ ശരീരത്തെ ഉണ്ടാക്കുന്നത്. ചിത്തവും ശരീരവും ചേർന്ന് മറച്ചിരിക്കുന്നു. ആ മൂടുപടം ഒന്ന് മാറ്റൂ. ഞാനും അങ്ങ് ഒന്ന്. അതാണ് ഗുരുദേവൻ ഈ 11ാം പദ്യത്തിൽ പറയുന്നത്. ഞാനെന്ന് അഹമഹം എന്നരുളുന്നതൊക്കെ. അർത്ഥം സ്പഷ്ടമാണ്. അഹമഹം ഞാനെന്ന് അരുളുന്നതൊക്കെ ഒരുപാട് അഹമുണ്ടെന്ന് തോന്നുന്നു. ആരായുകിൽ അകമേ, അകമേ ആരായുകിൽ. ഉള്ളിൽ ആരെന്ന് അന്വേഷിക്കുക, രാഗദ്വേഷങ്ങളെ മാറ്റി അന്വേഷിക്കുക. അതാണ് അന്വേഷണം. ചുമ്മാതെ ഉള്ളിൽ അന്വേഷിക്കാൻ പറഞ്ഞാൽ എന്താ അന്വേഷിക്കുക? രാഗദ്വേഷങ്ങളെ മാറ്റി അന്വേഷിക്കുക. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ. പലതല്ല. ഗുരുദേവനൊക്കെ അത് വ്യക്തമായി രാഗദ്വേഷങ്ങൾ മാറ്റി അന്വേഷിച്ചു. തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെട്ടു. അപ്പോൾ അത് പലതല്ല. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, നീ ആര്? ഉത്തരം ഒന്ന്. എല്ലാം ബോധരൂപമായ ബ്രഹ്മം. ഇതെങ്ങനെ അറിയാം? ഉള്ളിലേക്ക് തിരിഞ്ഞൊന്ന് അന്വേഷിക്കൂ. എന്താ അന്വേഷണം? നിങ്ങളിലുള്ള മൂടുപടം ഒന്ന് മാറ്റൂ, കളങ്കം മാറ്റൂ.